ഇതിലതാണ് ഈ കൂടിക്കാഴ്ച നടത്തിയ സാംസ്കാരിക നായകർ, കേരളത്തിൽ നിന്നുള്ള സാംസ്കാരിക നായകർ എല്ലാവരും പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. പ്രത്യേകിച്ച് മറ്റു പ്രധാനമന്ത്രിമാരൊക്കെ തന്നെ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെങ്കിൽ ഇദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ഭാഷകളെയും അംഗീകരിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി ബോധ്യപ്പെട്ടു എന്നാണ് ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, മാതൃഭാഷയാണ് മറ്റേതൊരു ഭാഷയെക്കാളിലും പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ വലുത് എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി അറിയിച്ചു എന്ന് ഈ സാംസ്കാരിക നായകർ ചൂണ്ടിക്കാട്ടി. നമുക്കറിയാം, ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ട്, കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട് എന്നൊക്കെ തന്നെയുള്ള, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നടക്കം പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എല്ലാ ഭാഷകളെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിഞ്ഞത് എന്ന് ശ്രീകുമാരൻ തമ്പിയും ജോർജ് ഓണക്കൂറും മധുസൂദനൻ നായരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞത്. ലോക നേതാവ് എങ്ങനെ മോദി എങ്ങനെ ഒരു ലോക നേതാവായി എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ശ്രീകുമാരൻ തമ്പി പറയുന്നു. വെറുതെയല്ല ട്രംപ് അദ്ദേഹത്തെ ഭയക്കുന്നത് എന്ന് അതിശയോക്തി കലർത്തി അദ്ദേഹം പറയുകയും ചെയ്തു. 86 വയസ്സിനിടെ താൻ പല നേതാക്കളെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു നേതാവിനെ ആദ്യമായി കാണുകയാണെന്നും വിനയാന്വിതനായാണ് അദ്ദേഹം സംസാരിച്ചതെന്നും അദ്ദേഹത്തിൽ നിന്ന് നിരവധി പഠിക്കാനുണ്ടെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു. ഇദ്ദേഹം ഒരു അധ്യാപകനാണോ എന്ന് തനിക്ക് തോന്നിപ്പോയി എന്നാണ് കവി മധുസൂദനൻ നായർ പറഞ്ഞത്. ജോർജ് ഓണക്കൂറും അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് കണ്ടു. ഒപ്പം അദ്ദേഹം ഒരു വേൾഡ് ലീഡറായിരുന്നു. ഇന്നത്തെ ഞങ്ങളുമായിട്ടുള്ള മീറ്റിംഗിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായി. കാരണം അദ്ദേഹം സംസാരിച്ചത് സാഹിത്യത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമാണ്. അത് ഞങ്ങളുടെ വിഷയമാണ് സംസാരിച്ചത് എന്ന് മാത്രമല്ല, ഞങ്ങളിൽ ഒരാളായിട്ട് പോലും ഞങ്ങളെക്കാൾ താഴെ നിന്ന് സംസാരിക്കുന്ന ഒരാളിൻ്റെ വിനയത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. എനിക്ക് പോലും ഇതൊരു പാഠമാണ്, എങ്ങനെ പെരുമാറണം, മനുഷ്യരോട് എങ്ങനെ പെരുമാറണം. എന്നെ സംബന്ധിച്ചുള്ള ഒരു മറക്കാനാവാത്ത ഒരു ദിവസമാണ്. അദ്ദേഹമായിട്ട് ചെലവഴിച്ച ഒരു അരമണിക്കൂർ സമയം മറക്കാനാവാത്തതാണ്.